ഹായ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ കസിൻസ് ആൻഡ് കല്യാണംസിൻ്റെ 4 എപ്പിസോഡ് കൂടി വന്നു. ഞാനത് കണ്ടു. ആൻഡ് ഈ സീരീസ് നിങ്ങൾ എന്നെ പോലെ ഇപ്പോഴും കാണുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഈ കഥാപാത്രമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു റിലേറ്റബിലിറ്റി, അല്ലെങ്കിൽ നിങ്ങളുടെ നൊസ്റ്റാൾജിക് സാധനം കുറച്ച് വർക്കായി, അല്ലെങ്കിൽ ഈ ഒരു വൈബ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടേഴ്സായിട്ട് നിങ്ങൾ നന്നായിട്ട് റിലേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ അഭിനയം ഇഷ്ടപ്പെട്ടു, അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാരണമില്ലാതെ നിങ്ങൾ ഈ സീരീസ് കാണില്ല. ഞാൻ ഈ സീരീസ് കാണുന്നത് ഇതിലേതൊക്കെയോ ഒരു കാരണങ്ങളുള്ളത് കൊണ്ടാണ്. സോ ഐ സ്റ്റിൽ വാച്ചസ് ബിക്കോസ് ഓഫ് ദ ഹോൾ വൈബ്. ആ ഒരു സ്റ്റോറി ലൈൻ ആണെങ്കിലും അവരുടെ തമ്മിലുള്ള ഒരു ബാൻഡർ ആണെങ്കിലും ഞാനിപ്പോൾ ഈ ജേണിയിൽ ഭാഗമായി മാറിയല്ലോ. ഇനി ഇത് എനിക്ക് കണ്ട് തീർത്താലേ മതിയാവും അങ്ങനത്തെ ഒരു ഇതൊന്നും ആയിട്ടില്ലെങ്കിലും സ്റ്റിൽ ഇറ്റ്സ് എ വെരി പാസിബിൾ ആയിട്ടുള്ള ഒരു സീരീസാണ്. ഒരു സീരിയൽ പോലെ തന്നെയാണ് ശരിക്കും ഫീൽ ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ എനിക്ക് ഇവരുടെ ലൈഫിൽ ഇവരെനിക്ക് അറിയാവുന്നത് കൊണ്ട്, കുറച്ച് നാളായല്ല കാണാൻ തുടങ്ങിയിട്ട്, എനിക്ക് ദിയനെ അറിയാം, ചന്തുവിനെ അറിയാം, അവരൊക്കെ അവരുടെ പേഴ്സണാലിറ്റി അറിയാം. പിന്നെ ഇപ്പം സംസ്കൃതിനെ അറിയാം, മനുവിനെ അറിയാം. ഇവരുടെയൊക്കെ ശരിക്കും ആ കഥാപാത്രത്തിൻ്റെ പേര് വെച്ച് അറിയാൻ തുടങ്ങി. തുടക്കത്തിൽ അവരൊക്കെ എന്തൊക്കെയോ കാണിക്കുന്നു, ആരൊക്കെയാണെന്നൊന്ന് ഐ ഡോണ്ട് കെയർ. എനിക്ക് അവരെ കുറിച്ച് ഒരു താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് സ്റ്റിൽ ഐ സ്റ്റാർട്ടിങ് ടു കെയർ ഫോർ വട്ട് ദേ ഫീൽ. അവർക്ക് എന്താണ് തോന്നുന്നതെന്നും അവരുടെ ആഗ്രഹങ്ങളും അവരുടെ ഇഷ്ടങ്ങളും അവരുടെ പ്രണയങ്ങളും അവരുടെ ബന്ധങ്ങളും അതിനോടൊക്കെ ചെറുതായിട്ടൊക്കെ റിലേറ്റ് ചെയ്യാനും അതിനെക്കുറിച്ച് ഫീൽ ചെയ്യാനൊക്കെ തുടങ്ങിയത് ഇപ്പോഴാണ്. നോട്ട് ബിക്കോസ് ദേ ഇംപ്രൂവ് ദ സ്റ്റോറി ലൈൻ വൈസ് അവരുടെ വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഇല്ല. ബട്ട് അവർ സാധാരണ കുറച്ച് ഞാൻ പറഞ്ഞ പോലെ കുറച്ച് എപ്പിസോഡുകൾ ഞാൻ പറഞ്ഞ കാര്യമാണ്, റബ്ബർ ബാൻഡ് പോലെ വലിച്ചു നീട്ടണ പരിപാടി. ആ സംഭവം ഇപ്പോഴും ഉണ്ട്. അൺനെസസറി ആയ സ്റ്റോറി ലൈൻസും പരിപാടി ഉണ്ട്. ബട്ട് അതിൻ്റെ ഇടയ്ക്ക് ഇവരുടെ ഒരു കോമൺ ലവ് ത്രെഡ് പോകുന്നുണ്ടല്ലോ, അത് അവരിപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് വന്നിട്ടുണ്ട്. അതൊരു നല്ല കാര്യം തന്നെയാണ്. സ്റ്റിൽ ആ ഒരു ഇമോഷണൽ ആയിട്ട് ഉണ്ടാക്കുന്ന മൊമെന്റ്സ് ഒന്നും എനിക്ക് പേഴ്സണലി വർക്കായില്ല. കോമഡി ഈസ് സ്റ്റിൽ ക്രിഞ്ച്, ദ പെർഫോമൻസ് ഈസ് സ്റ്റിൽ ക്രിഞ്ച്, വെർട്ടിക്കൽ ഈസ് സ്റ്റിൽ അവിടെ തന്നെയുണ്ട്, നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ആളുകൾ കൂടി തന്നെയാണ് വെറുപ്പിക്കുന്ന കാര്യത്തിൽ. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഹ്യൂമൻസ് അങ്ങനെയാണല്ലോ. ക്രിഞ്ച് ഉണ്ടാവും, വെറുപ്പിക്കൽ ഉണ്ടാവും, സ്നേഹം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, ദേഷ്യം ഉണ്ടാവും, അസൂയ ഉണ്ടാവും, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതെല്ലാം ഇതിലുണ്ട്. അപ്പോൾ വലിയ തലവേദന ഒന്നുമില്ല ശരിക്കും ഈ സീരീസ് കാണാൻ. ഈ സീരീസ് കാണാൻ ഒരു എഫേർട്ട് എടുക്കേണ്ടി വന്നിട്ടില്ല. അതൊരു നല്ലൊരു പോയിന്റാണ് ഈ സീരീസിൻ്റെ. കാരണം ഒരു 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 കുറച്ച് നെറ്റിച്ചുളുങ്ങുന്ന രീതിയിലുള്ള സീരീസാണ് ഇപ്പോൾ കൂടുതലുള്ളത്. ഒരു ആക്ഷൻ ആണെങ്കിലും ഭയങ്കര ഹെവി സംഭവം അതൊന്നും ഇതിനില്ല. ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ളൊരു ഫാമിലിക്ക് മുഴുവൻ കാണാൻ പറ്റുന്ന ഒരു നല്ല ഒരു സീരീസ് തന്നെയാണ്. ബട്ട് അപ് ടു ദ ക്വാളിറ്റി അല്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് ബേസിക്കലി എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ തോന്നുന്നു, അങ്ങനെ മുട്ടിയിരിക്കണം അങ്ങനെയൊന്നും എനിക്ക് തോന്നാത്തതിൻ്റെ മെയിൻ കാരണം ഇറ്റ്സ് നോട്ട് ആസ് ഇംപ്രൂവ്ഡ് ഫ്രം ദ ഫസ്റ്റ് എപ്പിസോഡ്. ബട്ട് സ്റ്റിൽ ഒരു പാസിബിൾ ആയിട്ട് ജസ്റ്റ് ഇങ്ങനെ ടൈം പാസിന് വേണ്ടി കാണുന്ന ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഭയങ്കര ഈസി വാച്ചാണ് ശരിക്കും ഈ ഒരു സീരീസ്. ആൻഡ് ഇറ്റ് ഈസ് ഫോർ മീ ഇസ് ഡെഫിനറ്റ്ലി ഒരു തുടർച്ച ഇതിനുണ്ടാവും. ഇനിയും ഞാൻ എൻ്റെ എപ്പിസോഡുകൾ കാണും. നോട്ട് ബിക്കോസ് അത് ഞാൻ ഇപ്പോഴത്തെ കണ്ടു ഇനി എനിക്ക് തീർക്കണം അതുകൊണ്ടല്ല. ബട്ട് ഇറ്റ്സ് എ വെരി ഈസി വാച്ച്. എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് നിമിഷം വേണമെങ്കിലും ജസ്റ്റ് ഒന്ന് വന്ന് കാണാം. അപ്പോൾ 20 മിനിറ്റേ ഉള്ളൂ 4 എപ്പിസോഡ് വെച്ച്. ഒരു പെട്ടെന്ന് തീർന്നു പോകുന്ന പോലെ തോന്നും. അതൊരു ആക്ച്വലി നല്ല പോയിന്റ് തന്നെയാണ്. ഒരു ലൈക്ക് ഇൻട്രീഗിങ് അല്ല, ലൈക്ക് ഒരിക്കലും ഒരു ബോറിംഗ് ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയില്ല. കുറേയൊക്കെ വെറുപ്പിലൊക്കെ തോന്നി. ബട്ട് സ്റ്റിൽ ആ സമയം പോകുന്നുണ്ടായിരുന്നു, അതും വളരെ സ്മൂത്തായിട്ട് പോകുന്നുണ്ടായിരുന്നു. സോ ഹോപ്പ്ഫുള്ളി ഇനിയും കാണും. അടുത്ത ആഴ്ച വരട്ടെ. സോ അതുവരെയും ബൈ.